നമ്മുടെ വീട്ടിൽ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ? വളരെ ഈസിയാണ്. 5-10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ഇതുപോലൊരു ചായക്കട പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്ക് ബോണ്ടയുടെയൊക്കെ അതേ ടേസ്റ്റിലാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കി നോക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ? അതിനാവശ്യമായിട്ട് ഇതുപോലെ 2 റോബസ്റ്റ പഴമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് ഈ പഴത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് ഞാലിപ്പൂവനോ പാളയംകുടനോ ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ പഴമായതുകൊണ്ടാണ് ഞാനിതെടുത്തത്. 2 പഴം എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാവേ. മിക്കവാറും ദിവസങ്ങളിലൊക്കെ നമുക്ക് പഴമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് എല്ലാ പഴങ്ങളൊന്നും നമുക്ക് ചിലവാകാതെ വരും. എന്തെങ്കിലും 1-2 എങ്കിലും ബാക്കി വരും. ആ ബാക്കി വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് പഴമെല്ലാം അരിഞ്ഞതിന് ശേഷം ഞാൻ 2-3 ഏലക്ക എടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം അതിൻ്റെ കുരു മാത്രം ഇതിലേക്ക് മിക്സിയുടെ പഴത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുവാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് പഴത്തിൻ്റെ മധുരത്തിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിന് മധുരം എങ്ങനെയാണെന്ന് വെച്ചാൽ കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഞാനിതൊന്ന് മിക്സിയുടെ ജാറിൽ വെള്ളം ഒന്നും ചേർക്കാതെ കേട്ടോ ഇതിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്. കുറച്ച് അരയാതെയൊക്കെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്കത് പൊരിക്കുന്ന സമയത്തിന് ഒരു കടിക്കാനൊക്കെ കിട്ടുന്ന നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് എല്ലാം തിക്കായിട്ട് ലൂസ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരച്ചെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് അരച്ച മിക്സ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഈ സമയം നിങ്ങൾക്ക് അളവ് കൂടുതലാണ് വേണ്ടെങ്കിൽ 2 പഴത്തിൻ്റെ സ്ഥാനത്ത് 3-4 പഴം എടുക്കാം കേട്ടോ. ഒരു പ്രശ്നമില്ല. ഇതിപ്പോൾ ഞാൻ കുറച്ചളവിലേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് 2 പഴം എടുത്തുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല. പഴത്തിൻ്റെ അളവിൻ്റെ അനുസരിച്ച് സാധനങ്ങളും കൂട്ടാം. ഇതിപ്പം ഞാൻ 2 പഴത്തിനനുസരിച്ചുള്ള സാധനം ഇവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1 കപ്പ് മൈദയും കൂടെ ഞാനിവിടെ എടുത്ത് വെക്കുന്നുണ്ട്. പക്ഷേങ്കിൽ മൈദ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ എടുത്ത കപ്പിലെ മൈദ തന്നെ ആദ്യമേ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ ബാറ്റർ ഇച്ചിരി ലൂസായിട്ടിരിക്കണം. അത് കാരണം നമ്മൾ ആദ്യമേ ഉള്ള മൈദ എല്ലാം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ടൈറ്റായി പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ വെള്ളമൊഴിച്ച് അയക്കാൻ നിൽക്കണ്ട. അതിലും നല്ലത് നമ്മൾ ഓരോ സ്പൂൺ വീതം, ഇപ്പം ഞാനിപ്പോൾ മൊത്തത്തിൽ 3 സ്പൂണാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് പഴത്തിൻ്റെ മിക്സിലേക്ക് മൈദ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാറ്റർ ഒരുപാട് ലൂസായി പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നോക്കി ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇതിലേക്ക് എനിക്ക് നോക്കിയിട്ട് ബാറ്റർ ഇച്ചിരി ലൂസായിട്ട് തോന്നി 1 സ്പൂൺ മൈദയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നല്ലതുപോലെ നേരത്തെ ഇളക്കിയതുപോലെ തന്നെ നമുക്ക് ആ മൈദയും കൂടെ ഈ മിക്സിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഒരുപാട് ഇപ്പോൾ നമ്മളിപ്പോൾ കുഴച്ച് വരുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ കറക്റ്റ് പരുവാണ്. നമ്മളിതിലേക്ക് ഇനി വെള്ളം ചേർക്കാനൊന്നും നിൽക്കണ്ട. നമ്മൾ സ്പൂണിലൊന്ന് കോരി ഒഴിക്കുന്ന സമയത്ത് നമുക്ക് സ്പൂണിൽ നിന്നൊന്ന് വിട്ട് വരുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ബാറ്റർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഒന്നും വേണ്ട, ഒരു 1/4 ടേബിൾ സ്പൂൺ മതി. ഒരു ബേക്കിംഗ് സോഡയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നുള്ളുപ്പും കൂടെ ചേർത്തിട്ട് അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ ബേക്കിംഗ് സോഡ നമ്മൾ ഉപയോഗിച്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാവ് കോരി ഒഴിക്കുന്ന സമയത്തിന് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരണം. എന്നെങ്കിൽ തന്നെയുള്ളൂ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഉള്ളെങ്കിൽ ഇപ്പോൾ 1/4 ടീസ്പൂൺ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത സ്ഥാനത്ത് ഒരു 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കണമെന്നേ ഉള്ളൂ. ഏതാണെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. നമുക്ക് ഉടനെ തന്നെ അപ്പം തന്നെ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് അതിലേക്ക് ഒഴിച്ചിട്ട്, ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണം. നമുക്ക് കുറഞ്ഞ അളവിൽ തന്നെ വെളിച്ചെണ്ണ മതിയാവും. ഇത് ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തില്ല. അങ്ങനെ എണ്ണയൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് 1 സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഒരു തവി ഉപയോഗിച്ച് ആ മാവിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന മാവിലേക്ക് എണ്ണയൊന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കുക. അതെന്താ നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മാവ് ഒന്ന് ചെറുതായിട്ട് നമ്മൾ ഇട്ടതിനേക്കാളും കുറച്ചൊന്ന് പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമേ. ഒന്ന് ചെറുതായിട്ട് അങ്ങനെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒന്ന് എണ്ണയൊന്ന് കോരി ഒഴിച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മാവൊന്ന് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ലോ ഫ്ലെയിമിലേക്ക് നമ്മുടെ സ്റ്റൗ ഒന്ന് ആക്കിയേക്കണം. കാരണം ഇല്ലെങ്കിൽ പെട്ടെന്ന് പുറം മുരിഞ്ഞും പോകും, അകോട്ട് വെന്തും കിട്ടത്തില്ല. ഇങ്ങനെ നമ്മൾ തീ കുറച്ചിട്ടതിന് ശേഷം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താണ് ഇതിൻ്റെ വേവൊന്ന് ആക്കിയെടുക്കുന്നത്. അല്ലാതെ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ആക്കുന്നതിനേക്കാൾ നല്ല നമുക്ക് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ആക്കുന്നതാണ് പെട്ടെന്ന് അകമെല്ലാം വെന്ത് കിട്ടാനും നമുക്ക് സഹായിക്കും.
നമ്മുടെ വീട്ടിൽ പഴമൊക്കെ ബാക്കി വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു സ്നാക്സ് നമുക്ക് നമ്മുടെ കൈകൊണ്ട് തന്നെ വീട്ടിലുണ്ടാക്കി കൊടുക്കാമല്ലോ, പുറത്തുനിന്നൊന്നും വാങ്ങാതെ. അതാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് നമ്മൾ ഈ ഒരു ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് നമുക്ക് കോരിയെടുക്കാം. ഇപ്പം നമുക്ക് കളറെല്ലാം നല്ല മാറി വന്നിട്ടുണ്ട്, നല്ലതായിട്ട് മുരിഞ്ഞ് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അകമെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റിയതിന് ശേഷം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാവേ. അങ്ങനെ നമ്മുടെ ചായ എല്ലാം തിളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ചായക്കടി നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഷാ അല്ലാ ഇതുപോലുള്ള കൊച്ചു കൊച്ചു റെസിപ്പീസൊക്കെ ആയിട്ട് ഞങ്ങൾ വരും. മിന ഫാത്തിമ മിന്നൂസ് ഫാമിലിയിൽ ഈസി റെസിപ്പി ആയിട്ട് ഒരുപാടൊന്നും ലെങ്തി ആക്കാതെ കുറഞ്ഞുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ഒന്ന് കയറി കാണണം കേട്ടോ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചായക്കടിയെല്ലാം ഞൊടിയിടയിൽ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലൊരു ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.